A systematic and a scientific approach is needed to develop quality e-content. The e-content development aspects comprises of 6 phases. ഒരു ഈ കണ്ടൻറ്റിൻ്റെ ക്വാളിറ്റി ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് സയൻറ്റിഫിക്കായിട്ടും ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആവശ്യമാണ്. അനലൈസ് ഫേസ്. ഇറ്റ് ഈസ് ദ ഫൗണ്ടേഷൻ ഫോർ ഓൾ അതർ ഫേസസ് ഓഫ് ഇൻസ്ട്രക്ഷണൽ ഡിസൈൻ. ബാക്കിയുള്ള എല്ലാ ഫേസസ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഡിസൈനിൻ്റെ ഫൗണ്ടേഷനാണ്. ഇറ്റ് അനലൈസ് ടാർഗറ്റ് ഓഡിയൻസ്, ഗോൾസ്, ഒബ്ജക്റ്റീവ്സ്, വ്യൂസ് ഓഫ് സബ്ജക്റ്റ് എക്സ്പെർട്സ്. അത് അനലൈസ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാർഗറ്റ് ഓഡിയൻസിനെയും ഗോൾസിനെയും ഒബ്ജക്റ്റീവ്സിനെയും അതുപോലെ തന്നെ വ്യൂസ് ഓഫ് സബ്ജക്റ്റ് എക്സ്പെർട്സിനെയാണ് അത് അനലൈസ് ചെയ്യുന്നത്. ഡിസൈൻ ഫേസ്. ഇൻ ദിസ് ഫേസ് പ്രൊവൈഡ്സ് എ കംപ്ലീറ്റ് ഡിസൈൻ ഓഫ് ദ ലേണിംഗ് സൊല്യൂഷൻസ്. ഇറ്റ് ഇൻവോൾവ്സ് പ്ലാനിങ്, യൂസ് ഓഫ് റെലവൻറ്റ് സോഫ്റ്റ്വെയർ, റിക്വയർഡ് സ്കിൽ എക്സെട്ര. ഈ ഫേസിൽ ലേണിംഗ് സൊല്യൂഷൻ്റെ ഒരു കംപ്ലീറ്റ് ഡിസൈൻ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ പ്ലാനിങ്, യൂസ് ഓഫ് റെലവൻറ്റ് സോഫ്റ്റ്വെയർ, റിക്വയർഡ് സ്കിൽ എക്സെട്ര അതൊക്കെയാണ് അതിൽ ഇൻവോൾവ് ചെയ്യുന്നത്. ഡെവലപ്മെൻറ്റ് ഫേസ്. ദ ഔട്ട്പുട്ട് ഓഫ് ദ ഡിസൈൻ ഫേസ് വിൽ ബി ദ ഇൻപുട്ട് ഓഫ് ദിസ് ഫേസ്. ഇവിടെ ഡിസൈൻ ഫേസിൻ്റെ ഔട്ട്പുട്ടാവും ഈ ഫേസിൻ്റെ ഇൻപുട്ട്. ഹിയർ ബിഗിൻസ് ദ ആക്ച്വൽ പ്രൊഡക്ഷൻ ഓഫ് ദ ഇ കണ്ടൻറ് ഡിസൈൻ. ഇവിടെയാണ് ഈ കണ്ടൻറ് ഡിസൈനിൻ്റെ ആക്ച്വൽ പ്രൊഡക്ഷൻ ബിഗിൻ ചെയ്യുന്നത്. ടെസ്റ്റിംഗ് ഫേസ്. ഇൻ ദിസ് ഫേസ് അഡ്മിനിസ്റ്റേഴ്സ് ദ ഇ കണ്ടൻറ് ഇൻ ദ ആക്ച്വൽ എഡ്യൂക്കേഷണൽ ഫീൽഡ്. ആക്ച്വൽ എഡ്യൂക്കേഷൻ ഫീൽഡിലുള്ള ഈ കണ്ടൻറ് മാനേജ് ചെയ്യുക. അതിനുശേഷം അത് ടെസ്റ്റ് ചെയ്യുക. Test the spelling mistake, hyperlinks, content errors, clarify of the picture etc. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ടെസ്റ്റ് ചെയ്യുക, അതുപോലെ ഹൈപ്പർ ലിങ്ക്സ്, കണ്ടൻറ് എറേഴ്സ്, പിക്ചറിൻ്റെ ക്വാളിറ്റി ഒക്കെ ടെസ്റ്റ് ചെയ്യുക. ഇംപ്ലിമെൻറ്റേഷൻ ഫേസ്. ഇറ്റ് ഈസ് ദ ആക്ച്വൽ ഡെലിവറി ഓഫ് ഇൻസ്ട്രക്ഷൻ ടു ദ ടാർഗറ്റ് ഓഡിയൻസ്. ടാർഗറ്റ് ഓഡിയൻസിലേക്ക് അവരുടെ ഇൻസ്ട്രക്ഷൻസ് ഡെലിവറി ചെയ്ത് കൊടുക്കുക. ഇറ്റ് ചെക്സ് പ്രൊഡക്റ്റ് ക്വാളിറ്റി ആൻഡ് ആക്യുറസി. അത് പ്രൊഡക്റ്റ് ക്വാളിറ്റിയും അതിൻ്റെ ആക്യുറസിയും ഒക്കെ അത് ചെക്ക് ചെയ്യും. ഇവാലുവേഷൻ ഫേസ്. ഇൻ ദിസ് സ്റ്റേജ് ഹെൽപ്സ് ടു കളക്ട് ഫീഡ്ബാക്ക് ഫ്രം ബോത്ത് ലേണേഴ്സ് ആൻഡ് ഇൻസ്ട്രക്ടേഴ്സ്, ഇവാലുവേറ്റിംഗ് ദ എഫക്റ്റീവ്നെസ് ഓഫ് എ പ്രൊഡക്റ്റ്. ഈ സ്റ്റേജിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ എഫക്റ്റീവ്നെസ് ഇവാലുവേറ്റ് ചെയ്യുന്ന ലേണേഴ്സിൻ്റെയും ഇൻസ്ട്രക്ടറിൻ്റെയും കയ്യിൽ നിന്ന് ഫീഡ്ബാക്ക് കളക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അഡ്വാൻറ്റേജസ് ഓഫ് ഇ കണ്ടൻറ്. ഇതിൽ 5 പോയിൻറ്റ്സാണ് പറയുന്നത്. ഹൈപ്പർ ലിങ്കിങ്, നോൺ ലീനിയാരിറ്റി, യൂസ് ഓഫ് മൾട്ടിമീഡിയ, ഡാറ്റ ഡെൻസിറ്റി ആൻഡ് സെർച്ചിങ്. ഇതിൽ ഫസ്റ്റ് പോയിൻ്റാണ് ഹൈപ്പർ ലിങ്കിങ്. ഈ കണ്ടൻറ്റ്സ് ക്യാൻ ബി ലിങ്ക്ഡ് ടു അതർ പേജസ് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ദി ബുക്ക്. അതായത് ഈ കണ്ടൻറ്റിലെ ബുക്സ് അകത്തും പുറത്തുമായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റും. ബുക്സിൻ്റെ അകത്തും പുറത്തായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റും എന്നാണ്. അതാണ് ഫസ്റ്റ് പോയിൻ്റ് പറയുന്നത്. രണ്ടാമത്തെ പോയിൻ്റ് പറയുന്നത് നോൺ ലീനിയാരിറ്റി. അതർ അഡ്വാൻറ്റേജസ് ഓഫ് ഈ കണ്ടൻറ് ഈസ് നോൺ ലീനിയാരിറ്റി. The order of access of materials can be determined by users. ഈ കണ്ടൻറ്റിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജാണ് നോൺ ലീനിയാരിറ്റി. അതായത് മെറ്റീരിയൽസിൻ്റെ ഓർഡർ ഉപഭോക്താക്കൾക്ക് ഇത് ചെയ്യാൻ പറ്റുമെന്നാണ്. അതാണ് നോൺ ലീനിയാരിറ്റിയിലൂടെ പറയുന്നത്. മൂന്നാമത്തെ പോയിൻ്റാണ് യൂസ് ഓഫ് മൾട്ടിമീഡിയ. കണ്ടൻറ് പ്രസൻറ്റേഷൻ ഈസ് എൻഹാൻസ്ഡ് ബൈ യൂസിങ് മൾട്ടിമീഡിയ സച്ച് ആസ് മിക്സിംഗ് ഇൻഫർമേഷൻ ടൈപ്പ്. അതായത് ഇൻഫർമേഷൻസൊക്കെ ഒന്നുകൂടി പെട്ടെന്ന് എത്തിക്കാനൊക്കെ പറ്റും. അതായത് ഇപ്പോൾ ഈ വീഡിയോസ്, ഫോട്ടോസ് അതുവഴിയൊക്കെ പെട്ടെന്ന് ഇൻഫർമേഷൻസ് എത്തിക്കാൻ പറ്റും. അതാണ് യൂസ് ഓഫ് മൾട്ടിമീഡിയയിലൂടെ പറയുന്നത്. നെക്സ്റ്റ് പോയിൻ്റാണ് ഡാറ്റ ഡെൻസിറ്റി. സ്റ്റോറേജ് കപ്പാസിറ്റി ഈസ് ഡിക്രീസ്ഡ് വൈൽ അറ്റ് ദി സെയിം ടൈം ഇൻക്രീസിങ് പോർട്ടബിലിറ്റി ഈസ് എൻഷ്വേർഡ്. അതായത് സ്റ്റോറേജിൻ്റെ കപ്പാസിറ്റി ഇവിടെ ഡിക്രീസ് ചെയ്യുമ്പോൾ അതേ ടൈമിൽ തന്നെ നമ്മുടെ പോർട്ടബിലിറ്റി ഇൻക്രീസ് ആവുകയാണ് ചെയ്യണത്. അതേപോലെ ഈ ഒക്കെ ഫാസ്റ്റായിട്ട് നമുക്ക് എത്തിക്കാനൊക്കെ പറ്റും. ലാസ്റ്റ് പോയിൻ്റാണ് സെർച്ചിങ്. ദി യൂസ്ഫുൾനെസ് ഓഫ് ദി കണ്ടൻറ് ഈസ് എൻഹാൻസ്ഡ് ബൈ ദി എബിലിറ്റി ഓഫ് ദി യൂസേഴ്സ് ടു സെർച്ച് എനി പീസ് ഓഫ് ദി ഇൻഫർമേഷൻ ഓർ ടു ആക്സസ് എനി സെക്ഷൻ ഇൻസ്റ്റൻ്റ്ലി. ലാസ്റ്റ് പോയിന്റിൽ പറയണത് യൂസേഴ്സിന്, ഉപഭോക്താക്കൾക്ക് ഏത് വിവരങ്ങളും ഏത് ഇൻഫർമേഷൻസും നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ട്. അതായത് ഏത് വിഭാഗത്തിലുള്ള ആൾക്കാർക്കും പെട്ടെന്ന് അത് നമുക്ക് ക്യാച്ച് ചെയ്യാൻ കഴിയും. ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. അതാണ് ലാസ്റ്റ് പോയിന്റിൽ പറയണത്. ഓക്കെ. Online libraries. A digital library is a collection of documents in organized electronic form available on the internet or on CD-ROM disks. Depending on the specific library, a user may be able to access magazine articles, books, papers, images, sound files and videos.
On the internet, the use of detailed library is enhanced by a broadband connection such as cable, modem, or DSL. Dial-up connections can be used to access plain text documents and some documents containing images, but for complex files and those with animated video content, a downstream data speed of at least several hundred kilobytes per second can make the user's experience less tedious as well as more informative. Internet-based detail libraries can be updated on a daily basis. This is one of the greatest assets of this emerging technology. On CD-ROM, the amount of data is limited to several hundred megabytes per disk, but access is generally much faster than on an internet connection. Several CD-ROMs can be combined in a set, and because of the disks are small, a large library can be accommodated in a reasonable physical space. The main limitation of CD-ROM is the fact that updating cannot be done as frequently as on the internet. In addition, producing and distributing CD-ROMs involves overhead costs that are largely non-existent in internet-based libraries. നോക്കാൻ പോണത് അഡ്വാൻറ്റേജസ് ഓഫ് ഓൺലൈൻ ലൈബ്രറി. അതിൽ ഫസ്റ്റ് വണ്ണാണ് കളക്ഷൻസ് ഓഫ് ടെക്നോളജീസ്. എ ഡിജിറ്റൽ ലൈബ്രറി ഈസ് എ കളക്ഷൻസ് ഓഫ് ഡിജിറ്റൽ കമ്പ്യൂട്ടിംഗ്, സ്റ്റോറേജ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് മെഷീനറി ടുഗദർ വിത്ത് ദ കണ്ടൻറ് ആൻഡ് സോഫ്റ്റ്വെയർ നീഡഡ് ടു റീപ്രൊഡ്യൂസ്. അതായത് ഒരുപാട് ടെക്നോളജി കളക്ഷൻസാണ് ഓൺലൈൻ ലൈബ്രറി എന്ന് പറയുന്നത്. നമുക്കിത് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ തന്നെ സെപ്പറേറ്റ് സോഫ്റ്റ്വെയർസും അതുപോലെ തന്നെ ഒരുപാട് ടെക്നോളജിയും യൂസ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കളക്ഷൻസ് ഓഫ് ടെക്നോളജി എന്ന് പറയുന്നതിന്. സെക്കൻഡ് വൺ, സെർച്ചിങ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടിംഗ് മെറ്റീരിയൽസ്. എ ഡിജിറ്റൽ ലൈബ്രറി ഈസ് എ കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റം ഫോർ അക്വയറിംഗ്, സ്റ്റോറിംഗ്, ഓർഗനൈസിംഗ്, സെർച്ചിങ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ഡിജിറ്റൽ മെറ്റീരിയൽ ഫോർ ദ എൻഡ് യൂസർ ആക്സസ്. യൂസറിൻ്റെ ആക്സസ് അനുസരിച്ച് സ്റ്റോർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾ ബുക്ക് സെർച്ച് ചെയ്യാനും കഴിയുന്ന എല്ലാ ഫെസിലിറ്റീസും അവൈലബിൾ ആണ്. തേർഡ് വൺ, ലെസ് സ്പേസ്. ഇറ്റ് റിക്വയർസ് ലെസ് സ്പേസ് ആൻഡ് ദ ഡാറ്റ ക്യാൻ ബി മെയ്ഡ് അവൈലബിൾ ത്രൂ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ടു എനിവൺ എനിവേർ. അതായത് സ്റ്റോറേജിങ്ങിന് ലെസ് സ്പേസ് മതി. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് വഴി ഏതൊരാൾക്കും എവിടെ നിന്നും ആവശ്യമായിട്ടുള്ള ഡാറ്റ അവൈലബിൾ ആവുകയും ചെയ്യും. ഫോർത്ത് വൺ, no physical boundary. The people from all over the world can gain access to the same information as long as an internet connection is available. അതായത് എവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് ആക്സസ് ചെയ്ത് വായിക്കാവുന്നതാണ്. നെക്സ്റ്റ് വൺ, റൗണ്ട് ദ ക്ലോക്ക് അവൈലബിലിറ്റി. പീപ്പിൾ ക്യാൻ ഗെയിൻ ആക്സസ് ടു ദ ഇൻഫർമേഷൻ അറ്റ് എനി ടൈം. അതായത് ഏത് സമയത്തും നമുക്ക് വായിക്കാവുന്നതാണ്. സിക്സ്ത് വൺ, മൾട്ടിപ്പിൾ ആക്സസ്. The same resources can be used at the same time by number of users. അതായത് ഒരു എക്സാമ്പിൾ, ഞാനിപ്പോൾ ഒരു ബുക്ക് വായിക്കുകയാണെങ്കിൽ അറ്റ് എ ടൈം നിങ്ങൾക്കും അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാർക്കും അതേ സെയിം ബുക്ക് അവൈലബിൾ ആണ് എന്നതാണ്. സെവൻത് വൺ, സ്ട്രക്ചേർഡ് അപ്രോച്ച്. വി ക്യാൻ ഈസിലി മൂവ് ഫ്രം വൺ കാറ്റലോഗ് ടു ദ പർട്ടിക്കുലർ ബുക്ക് ദെൻ ടു ബി പർട്ടിക്കുലർ ചാപ്റ്റർ. അതായത് നമുക്ക് പെട്ടെന്നൊരു ചാപ്റ്ററിൽ നിന്ന് മറ്റൊരു ചാപ്റ്ററിലേക്ക് മാറാനോ അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് മൂവ് ചെയ്യാനോ സാധിക്കും. ദിസ് ഈസ് ഏബിൾ ടു യൂസ് എനി സെർച്ച് ടൈം, വേർഡ്, ഫ്രേസ്, ടൈറ്റിൽ, നെയിം, സബ്ജക്റ്റ് ടു സെർച്ച് ദ എൻറ്റയർ കളക്ഷൻ, ഗിവിങ് ക്ലിക്കബിൾ ആക്സസ് ടു ഇറ്റ്സ് റിസോഴ്സസ്. അതായത് നമുക്കൊരു വേർഡ്, ഇപ്പോൾ നമുക്ക് ഡൗട്ടുള്ള ഒരു വേർഡ് ഏതെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ അതിന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് വരും. അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള ഇൻഫർമേഷൻസും നമുക്ക് അവൈലബിൾ ആണ്. നെക്സ്റ്റ് വൺ, സ്പേസ്. ഇത് നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ കുറച്ച് സ്പേസ് മാത്രം മതി. അടുത്തത്, ലിങ്കിങ്. എ പർട്ടിക്കുലർ ഡിജിറ്റൽ ലൈബ്രറി ക്യാൻ പ്രൊവൈഡ് എ ലിങ്ക് ടു എനി അതർ റിസോഴ്സസ് ടു ദ അതർ ഡിജിറ്റൽ ലൈബ്രറി വെരി ഈസിലി. അതായത് നമ്മുടെ ലൈബ്രറിയിൽ ആ ബുക്ക് അവൈലബിൾ അല്ല, സോ ഇന്ന ലൈബ്രറിയിൽ ആ ബുക്ക് അവൈലബിൾ ആണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ ലിങ്ക് നമുക്ക് കൊടുക്കാവുന്നതാണ്. ലാസ്റ്റ് വൺ, കോസ്റ്റ്. ദ കോസ്റ്റ് ഓഫ് മെയിൻറ്റെയിനിങ് എ ഡിജിറ്റൽ ലൈബ്രറി ഈസ് ലോവർ ദാൻ ദാറ്റ് ഓഫ് ദ ട്രഡീഷണൽ ലൈബ്രറി. അതായത് മെയിൻറ്റെയിനിങ് കോസ്റ്റ്
ട്രഡീഷണൽ ലൈബ്രറീനെ ബേസ് ചെയ്തിട്ട് ഡിജിറ്റൽ ലൈബ്രറിക്ക് കോസ്റ്റ് കുറവാണ്. അടുത്തതാണ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഓൺലൈൻ ലൈബ്രറി. ഫസ്റ്റ് വൺ, കോസ്റ്റ് അഫെയർ. അതായത് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ കോസ്റ്റ് കൂടുതലാണ്. അതുപോലെ തന്നെ ടെക്നോളജി അബ്സൊലൻസ്, ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. ഏതെങ്കിലും പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്, സോഫ്റ്റ്വെയർ പരമായിട്ടും അതുപോലെ തന്നെ ഹാർഡ്വെയർ പരമായിട്ടും. പിന്നെ തേർഡ് വൺ, സ്റ്റോറേജ് മീഡിയ റിലേറ്റ്. അതായത് സ്റ്റോറേജിനെ സംബന്ധിച്ച് പ്രോബ്ലം വരാൻ ചാൻസ് ഉണ്ട്. ഫോർത്ത് വൺ, ഡൊമിനൻസ് ഓഫ് ഡാറ്റ ക്രിയേറ്റേഴ്സ് ആൻഡ് പബ്ലിഷേഴ്സ്. അതുപോലെ തന്നെ നമ്മളെ ബുക്കിൻ്റെ ഓതേഴ്സിൻ്റെ ആധിപത്യം കാണാൻ സാധിക്കും. ഫിഫ്ത്ത് വൺ, ട്രെയിനഡ് മാൻ പവർ. അതായത് കമ്പ്യൂട്ടർ നോളജ് ഉള്ളവർ ആവശ്യമായിട്ട് വരും. സിക്സ്ത് വൺ, യൂസേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. അതായത് ഉപയോഗിക്കുന്ന ആൾക്കാർക്കും കമ്പ്യൂട്ടറുമായിട്ട് നോളജ് വേണം. ലാസ്റ്റ് വൺ, സെക്യൂരിറ്റി അഗൈൻസ്റ്റ് ഹാക്കിംഗ്. അതായത് ഹാക്കിങ്ങിന് ചാൻസ് ഉണ്ട്. Mooc, Massive Open Online Course. Online teaching through Massive Open Online Course is one of the emerging technologies in the field of education. Mooc as an emerging technology is evolving into new pedagogy to benefit teachers and students. A massive open online course is a model for delivering learning content online to any person who want to take a course with no prescribed attendance. Moocs are course delivered online and accessible to all for free. മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ് എന്ന് വിദ്യാഭ്യാസ രംഗത്ത് വളർന്നു വരുന്ന സാങ്കേതിക വിദ്യകളിൽ ഒന്നാണ്. വളർന്നു വരുന്ന ഒരു സാങ്കേതിക വിദ്യ എന്ന നിലയിൽ മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ് അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും പ്രയോജനം ചെയ്യുന്നതിനായി പുതിയ അധ്യാപനമായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു കോഴ്സ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും നിശ്ചിത ഹാജരില്ലാതെ ഓൺലൈനായി പഠന ഉള്ളടക്കം എത്തിക്കുന്നതിനുള്ള ഒരു മാതൃകയാണ് മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ് അഥവാ മൂക്ക്. മൂക്സ് ഓൺലൈനായി വിതരണം ചെയ്യുന്നതും സൗജന്യമായി എല്ലാവർക്കും ആക്സസ് ചെയ്യാവുന്നതുമായ ഒരു കോഴ്സുകളാണ്. അടുത്ത് പറയുന്നത് ഫീച്ചേഴ്സ് ഓഫ് മൂക്സ്. ദ ഫീച്ചേഴ്സ് ഓഫ് മൂക്ക് ടെക്നോളജി ആർ ആസ് ഫോളോസ്. ഒന്നാമത്തെ പോയിന്റ്, എഡ്യൂക്കേറ്റർ ഇൻവോൾവ്മെൻറ്റ്. While educators are involved in the design and production of the MOOC, their involvement during the running of the course is minimized because of the lack of formal assessment or formal academic credit. മൂക്കിൻ്റെ രൂപകൽപ്പനയിലും നിർമ്മാണത്തിലും അധ്യാപകർ ഉൾപ്പെട്ടിരിക്കുമ്പോൾ ഔപചാരികമായ മൂല്യനിർണ്ണയമോ ഔപചാരികമായ അക്കാദമിക്കോ ഇല്ലാത്തതിനാൽ കോഴ്സിൻ്റെ നടത്തിപ്പിന് അവരുടെ പങ്കാളിത്തം കുറയുന്നു. രണ്ടാമത്തെ പോയിന്റ്, എൻഗേജ്മെൻറ്റ്. ഇറ്റ് ഈസ് പോസിബിൾ ടു എൻഗേജ് വിത്ത് ലാർജ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് വിയ ഡിസ്കഷൻ ഫോറംസ്. ഇത് ചർച്ചാ ഫോറങ്ങൾ വഴി ധാരാളം വിദ്യാർത്ഥികളുമായി ഇടപഴകാൻ സാധിക്കും. മൂന്നാമത്തെ പോയിന്റ്, റീവാച്ചബിൾ. സ്റ്റുഡൻസ് ആർ ഏബിൾ ടു റീവാച്ച് ലെക്ചർ വീഡിയോസ്. വിദ്യാർത്ഥികൾക്ക് ലെക്ചർ വീഡിയോസ് വീണ്ടും കാണാൻ സാധിക്കുന്നു. നാലാമത്തെ പോയിന്റ്, സ്കെയില്. മൂക്സ് ആർ ഡിസൈൻ ടു റീച്ച് എ ലാർജ് നമ്പർ ഓഫ് സ്റ്റുഡൻസ്. മൂക്സ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ധാരാളം വിദ്യാർത്ഥികളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയാണ്. അഞ്ചാമത്തെ പോയിന്റ്, അക്സസബിൾ. മോസ്റ്റ് മൂക്സ് ഇൻക്ലൂഡ്സ് ഇൻ വീഡിയോസ്, കൺസെപ്റ്റ് ചെക്ക് ക്വസ്റ്റ്യൻസ് വിത്ത് ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് ആസ് വെൽ ആസ് പീർ റിവ്യൂ. മിക്ക മൂക്സിലും ഇൻ വീഡിയോ, അതേപോലെ കൺസെപ്റ്റ് ചെക്ക് ക്വസ്റ്റ്യൻസ്, പിന്നെ ഉടനടിയുള്ള ഫീഡ്ബാക്ക്, അതുപോലെ പിയർ അവലോകനം എന്നിവ ഉൾപ്പെട്ടിരിക്കുന്നു. ആറാമത്തെ പോയിന്റ്, കസ്റ്റമൈസ്ഡ് ലേണിംഗ് എക്സ്പീരിയൻസ്. പാർട്ടിസിപ്പൻസ് ക്യാൻ ലേൺ അറ്റ് ദെയർ ഓൺ പേസ് ആൻഡ് ചൂസ് വിച്ച് മെറ്റീരിയൽ ദേ എൻഗേജ് വിത്ത്. ഇതിൽ പങ്കെടുക്കുന്നവർക്ക് അവരുടെ വേഗതയിൽ പഠിക്കാനും അവർ ഏതൊക്കെ മെറ്റീരിയലുമായി ഇടപെടണമെന്ന് തിരഞ്ഞെടുക്കാനും കഴിയും. Thank you. Difference between online courses and MOOCs. അതിൽ ഫസ്റ്റ് ഡിഫറൻസ്, കോസ്റ്റ് യൂസേഴ്സിന് വരുന്ന കോസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഓൺലൈൻ കോഴ്സിൽ ഫീ ആയിട്ട് കോസ്റ്റ് വരുന്നു, മൂക്കിൽ നോ ഫീ ആണ് വരുന്നത്, ഫീ വരുന്നില്ല. നെക്സ്റ്റ് വൺ, എൻട്രൻസ് റിക്വയർമെൻറ്റ്. അതിൽ ഓൺലൈൻ കോഴ്സസിന് ചേരാനുള്ള എൻട്രൻസ് എക്സാം പോലത്തുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഓൺലൈൻ കോഴ്സിൽ അങ്ങനത്തെ എക്സാംസ് ഫേസ് ചെയ്തിട്ടാണ് ഓൺലൈൻ കോഴ്സിൽ ജോയിൻ ആകാൻ പറ്റുള്ളൂ. പക്ഷേ മൂക്സിൽ അങ്ങനത്തെ ഒരു ആവശ്യമില്ല. നെക്സ്റ്റ് സ്കെയിൽ എന്ന് വെച്ചാൽ ഇതിൻ്റെ സീറ്റ് കപ്പാസിറ്റി പോലെയാണ് പറയുന്നത്. നമുക്കിപ്പോൾ ഉദാഹരണം പറയുകയാണെന്ന് വെച്ചെങ്കിൽ ബികോമിൽ
എത്ര സീറ്റിനാണ് ആൾക്കാർ ജോയിൻ ആകാൻ പറ്റുള്ളൂ എന്നുള്ളതില്ല. അതുപോലെ തന്നെ ഓൺലൈൻ കോഴ്സിലുണ്ട്. അത് ബിക്കോസ് അതിൻ്റെ അവൈലബിലിറ്റി ഓഫ് റിസോഴ്സും സപ്പോർട്ടിനും കാരണമാണ് അങ്ങനെ ഒരു ലിമിറ്റേഷൻ വരുന്നത്. പക്ഷേ മൂക്കിൽ അങ്ങനെ ഒരു ലിമിറ്റേഷൻ വരുന്നില്ല. തൗസൻഡ്സാണ് അതിലേക്ക് ജോയിൻ ആവുന്നത്. നെക്സ്റ്റ് വൺ, ലെക്ചേഴ്സ് റോൾ. ഈ കോഴ്സിൽ ലെക്ചേഴ്സിന് വരുന്ന റോളിനെ കുറിച്ചാണ് പറയുന്നത്. ഓൺലൈൻ കോഴ്സിൽ കുറച്ചുകൂടി ബിഗ് റോളാണ് വരുന്നത്. ബിക്കോസ് കരിക്കുലം അലൈൻമെൻറ്റാണ്, പിന്നെ ക്വാളിറ്റി അഷുറൻസ്, സപ്പോർട്ട്, ഇതിനൊക്കെയെല്ലാം ലെക്ചേഴ്സിന് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. സോ ദെയർ റോൾ ഈസ് ബിഗ് ഇൻ ദർ. മൂക്കിൽ കുറച്ചുകൂടി ഫ്ലെക്സിബിളാണ്. അവരുടെ ലിമിറ്റഡ് ഇൻഡിവിജ്വൽ സപ്പോർട്ടൊക്കെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ലെക്ചറിൻ്റെ റോള് കുറവാണ്, ലെസ്സാണ്. ഒരു സെൽഫ് ലേണിംഗ് പോലെയാണ് മൂക്കിൽ വരുന്നത്. നെക്സ്റ്റ് വൺ, കോപ്പിറൈറ്റ്. കോപ്പിറൈറ്റ് ഓൺലൈൻ കോഴ്സസിൽ കോപ്പിറൈറ്റ് വരുന്നില്ല. പക്ഷേ മൂക്കിൽ കോപ്പിറൈറ്റ് വരുന്നു. ബിക്കോസ് യൂസർ ജനറേറ്റഡ് കണ്ടൻറ്റ്സ് ആവും അതിൽ മേ ബി പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അതിന് കോപ്പിറൈറ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അടുത്തത് പ്രൊവൈഡേഴ്സ്. പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്നത് എഡ്യൂക്കേറ്റേഴ്സിനാണ് പറയുന്നത്. ഓൺലൈൻ കോഴ്സിൽ ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ പ്രൊവൈഡേഴ്സാണ് ഉണ്ടാകുന്നത്. പക്ഷേ മൂക്കിൽ ട്രഡീഷണൽ റെസിഡൻഷ്യൽ റിസർച്ച് യൂണിവേഴ്സിറ്റീസ് പാർട്ട്നർഡ് വിത്ത് പ്രൈവറ്റ് കമ്പനീസ്. ട്രഡീഷണൽ യൂണിവേഴ്സിറ്റീസ് പ്രൈവറ്റ് കമ്പനീസായിട്ട് പാർട്ട്ണർ ചെയ്തിട്ട് അവരാവും എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, അനലിറ്റിക്സ്. അതിൽ എന്ന് വെച്ചാൽ ഈ കോഴ്സ് സക്സസ്ഫുൾ ആയിരുന്നു ഫെയിലിയർ ആയിരുന്നു എന്ന് ചെക്ക് ചെയ്യുന്നതാണ്. ഓൺലൈൻ കോഴ്സിൽ അങ്ങനെ ഒരു വാല്യുവേഷൻ കാര്യം വരുന്നില്ല. പക്ഷേ ഇത് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്നതിനാൽ അങ്ങനത്തെ ഒരു വാല്യുവേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട് മൂക്കിൽ. നെക്സ്റ്റ് വൺ, സർട്ടിഫിക്കേഷൻ. സർട്ടിഫിക്കേഷൻ ഓൺലൈൻ കോഴ്സിൽ കൺവെൻഷനിലാണ്, മൂക്കിൽ നോൺ കൺവെൻഷനിലാണ്. ഓൺലൈൻ കോഴ്സിൽ സർട്ടിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യും, മൂക്കിൽ അത് പ്രൊവൈഡ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് വൺ, ക്വാളിറ്റി. ക്വാളിറ്റി ഓൺലൈൻ കോഴ്സസിൽ ക്വാളിറ്റി അഷ്യൂർ ചെയ്യുന്നു. പക്ഷേ മൂക്കിൽ ആസ് പെർ നോൺ ഫോർമൽ ഫോർമല്ലാത്ത ഓഫറിംഗ് ആയതിനാൽ അവിടെ ക്വാളിറ്റി അഷ്യൂർ ചെയ്യാൻ അവർ സാധിക്കുന്നില്ല. ഇതൊക്കെയാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഓൺലൈൻ കോഴ്സ് ആൻഡ് മൂക്ക്. താങ്ക് യു.